ഹായ് ഓൾ, ഞാൻ അനുപമ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കസ്കസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലൊക്കേഷനിലാണ്. അവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബിജുവേട്ടനും നിഷ ചേച്ചിയും നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ വിഷു വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ബിജുവേട്ട, നിഷേച്ചി, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ? വിഷു ഇവിടം വരെ എത്തി. ഇപ്പൊ നമ്മൾ കോഴിക്കോടാണുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇന്നിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് വേണം വിഷുവിന്റെ എല്ലാം റെഡിയാക്കാനും വിഷു ആഘോഷിക്കാനും. ഓക്കെ, ഇവിടെ വരെ എത്തി. അപ്പൊ നിഷേച്ചിന്റെ പഴയ വിഷു ഓർമ്മകൾ? എന്തിട്ട് വിഷു കൈനീട്ടം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഴയ വിഷുവിന്റെ ഓർമ്മ. കൈനീട്ടം കിട്ടാറുണ്ട്. എല്ലാ വർഷവും എല്ലാ കുട്ടി നമ്മളിപ്പോ ചെറുതായിരിക്കുമ്പോ നമുക്ക് എന്താണ് കൈനീട്ടം കിട്ടും. രാവിലെ വിഷു ആകുമ്പോ കൈനീട്ടം കിട്ടും. അതൊക്കെ എന്റെ മനസ്സിൽ. സദ്യയൊക്കെ പിന്നെയുള്ള കാര്യമാണല്ലോ. ഇപ്പൊ എല്ലാവർക്കും കൈനീട്ടം അങ്ങോട്ട് കൊടുക്കണം. ആ ഒരു ടെൻഷനാണ്. അപ്പൊ എല്ലാ വിഷുവിനും വീട്ടിലുണ്ടാവാറുണ്ടോ? മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഷൂട്ടിന്റെ തിരക്കില് ഇല്ല, അങ്ങനെ മിക്കവാറും എന്തോ വിഷുവിന് ഞാൻ വീട്ടിലുണ്ടാവാറുണ്ട്. നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയില്ല, സാധാരണ നമ്മളിപ്പോ ഇങ്ങനെ പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഉള്ളൂ. കണിയൊക്കെ വെച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി, പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒപ്പം. ഇനിയിപ്പൊ എവിടെയാണെങ്കിലും ഇപ്പൊ ഓണം വന്നാലും വിഷു വന്നാലും ഞാനും എന്റെ പ്രദേശവും അവരുടെ ഭാര്യമാരും കുട്ടികളും എന്റെ അമ്മയും പച്ചനുണ്ടായിരുന്ന പച്ചനും എല്ലാവരും ഒരുമിച്ചാണെന്ന് എന്നും എല്ലാ ആഘോഷവും. അതുപോലെ തന്നെ ഇപ്പോഴും ബിജുവേട്ടന്റെ വിഷു ആഘോഷങ്ങളൊക്കെ. വിഷു ആഘോഷം ട്രിവാൻഡ്രം സൈഡിൽ അങ്ങനെ വിഷു സദ്യ അങ്ങനെയൊന്നുമില്ല. പടക്കം പൊട്ടീര് അങ്ങനത്തെ സംഭവം അത് ദീപാവലിക്കാണ്. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് ഈ സൈഡിലോട്ട് വരുമ്പോൾ. പിന്നെ വിഷു സദ്യ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. കണി കാണും. ഞങ്ങളോടെയൊക്കെ ഭയങ്കര പടക്കം പൊട്ടിക്കോട്ടോ. കൈനീട്ടം. പടക്കം പൊട്ടിക്കാൻ ഇഷ്ടമാണോ? പടക്കം പൊട്ടിക്കാൻ ഇഷ്ടമില്ല, കാണാൻ ഇഷ്ടമാണ്. പേടിയുണ്ട്. പടക്കം പൊട്ടിക്കാൻ ഇഷ്ടമില്ല. പിന്നെ കമ്പിത്തിരി അപ്പം കൈനീട്ടം കിട്ടും. അങ്ങനത്തെ അങ്ങനെ ഒരു ഇതേ ഉള്ളൂ വിഷു. പിന്നെ വലിയ ഓർമ്മകളൊന്നുമില്ല. ഈ എല്ലാ വർഷവും വിഷു ആഘോഷിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴേക്ക് ഈ പറയുന്ന ഒരു ഏകദേശം ഒരു ചെറുപ്പമായപ്പോഴേ നാടകം ആയിട്ട് പോയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വിഷുവിന്. അങ്ങനെ എല്ലാ വിഷുവിനും വീട്ടിലുണ്ടാവാൻ പറ്റാറില്ല. മിക്കപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല. ഉണ്ടാകും. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ രാത്രി വെളുപ്പാങ്കാലമൊക്കെ ആകുമ്പോഴേ ഒരു 12 മണി കഴിയുമ്പോ കണി കാണാൻ വേണ്ടി വിഷുവിന് കണ്ണനെ കൊണ്ട് വരലുണ്ടോ? ബിജന്റെ വീട്ടിലുണ്ടോ വരല്? എന്റെ വീട്ടിലില്ല. ഇവിടുത്തെ ഒരു കാര്യം അവിടെ വേണ്ടത് അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ശബ്ദത്തിൽ കണി കാണും. മീശമാധ സിനിമ പോലെ കളി ആരും കാണിച്ചു തരില്ല. അതിൽ 5 കണി കാണുന്നു. അങ്ങനത്തെ കണിയല്ല, എന്തായാലും വരാറുണ്ട്. കൃഷ്ണനൊക്കെ വരും. കൃഷ്ണനെ കൊണ്ടുവന്ന് വാതിക്കലിരുത്തും. എന്നിട്ട് അവരെല്ലാരും അവര് പോയി ഒളിച്ചിരിക്കും. ഒളിച്ചിരുന്ന് നമ്മള് പോയി അത് പോയി കിടന്നുറങ്ങുമ്പോഴേ അടുത്ത കൃഷ്ണൻ വരും. രസമാണ്. അന്നത്തെ ദിവസം മൊത്തം കുറെ കൃഷ്ണന്മാരെ കാണാം. പക്ഷെ മീശമാധവനുള്ള കൃഷ്ണനെ അങ്ങനെയല്ല. പെട്ടെന്ന് വിഷുക്കണി എന്ന് പറയുമ്പോ മീശമാധവൻ സിനിമയാണ് ഓർമ്മ വരിക. ഇല്ല, എനിക്കതല്ല. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരും. അത് ഓർമ്മ വരാറുണ്ട്. വിഷു ലൊക്കേഷനിൽ ആഘോഷിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ വീട്ടിൽ ആഘോഷിക്കുന്നതാണോ? രണ്ടും ഇഷ്ടമാണ്. രണ്ടും നമുക്ക് ജീവിക്കേണ്ട സ്ഥലം തന്നെയാണ്. തൊഴിലുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ച് മര്യാദക്ക് സമാധാനത്തിന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ വിഷു വന്നാലും ആഘോഷിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ലൊക്കേഷൻ ആണെങ്കിൽ വീട്ടുകാരെ കൊണ്ടുപോകാറ്. പക്ഷെ വീട്ടിലാണെങ്കിൽ ലൊക്കേഷൻ എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും നമുക്ക് സന്തോഷം രണ്ടിടത്തും ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സിനിമയൊക്കെ ലൊക്കേഷനിൽ ആഘോഷിച്ചിട്ടുണ്ട്. പൊത്തൻവാവ ഫിലിം ചെയ്യുമ്പോ, മൈ ബോസ് ഫിലിം ചെയ്യുമ്പോ ഇതൊക്കെ നമ്മൾ ലൊക്കേഷനിൽ ആഘോഷിച്ചിട്ടുണ്ട്. ഏതാണ് ഫസ്റ്റ് ഫിലിം? എന്റെ അഗ്നിസാക്ഷിയാണ്. അഗ്നിസാക്ഷിയാണ്. പിന്നെ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാത്ത ഞാൻ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതല്ല. അറിയാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇങ്ങനെ വിളിച്ചോണ്ട് പോയി അഭിനയിച്ചു. പിന്നെ ബിജുവേട്ടനോ വിഷു ലൊക്കേഷനിൽ ആഘോഷിക്കുന്നതാണോ വീട്ടിൽ ആഘോഷിക്കുന്നതാണോ? ഈ ലൊക്കേഷൻ മീൻസ് ഇപ്പം അധികം നാളെ നിന്നിട്ടുള്ളത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സിനിമയ്ക്ക് വല്ലപ്പോഴേക്കല്ലേ ചെയ്യും. അപ്പൊ അങ്ങനെ അധികം ലൊക്കേഷനിലൊന്നും വിഷു ആഘോഷിച്ചിട്ടൊന്നുമില്ല. വീട്ടിലൊക്കെ തന്നെ ആഘോഷിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ എല്ലാ ഇന്റർവ്യൂസിലും എല്ലാവരും ഒരു ആങ്കർ വന്നിരിക്കും, ആർട്ടിസ്റ്റിനോട് ചോദിക്കും. തിരിച്ച് അങ്ങോട്ട് ചോദിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് വിഷുവിന് നല്ല വിഷു അല്ല അങ്ങനെയല്ല. ഇനി വിഷു എങ്ങനെയാണ്? വിഷുവിന്റെ നല്ല വിഷു അത് കൊള്ളാം, നല്ല ആൻസർ. വിഷു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു.
എല്ലാ ദിവസവും വിഷുവാണ്. അല്ല, വിഷുവിന്റെ ആ ദിവസം പടക്കം പൊട്ടിക്കുന്നുണ്ട്, സദ്യ ഉണ്ടാക്കണം, കണി വെക്കണം, ഉണ്ണിയപ്പം ഉണ്ടാക്കണം, അമ്മ സദ്യ ഉണ്ടാക്കും. അതെ അല്ലേ? അതെ, അങ്ങനെയൊക്കെ വിഷു അങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കണി കാണാൻ അമ്പലത്തിൽ പോവുക. രാവിലെ എണീക്കുവന്ന് ബാക്കി എല്ലാ ദിവസവും വാങ്ങിക്കും. ഇല്ല, അന്ന് മാത്രം രാവിലെ എണീക്കും. കുളിക്കോ? ആകാശിനെ പറ്റി എന്താണ് അഭിപ്രായം? അതാര്? ആകാശ് അതാരാണ്? എഡിറ്റർ അല്ലേ? എഡിറ്റർ അവര് ഇതിനല്ല. ആ കൊച്ചിനെ ഇവിടെ വന്നേ നമ്മളിപ്പോ ഇന്റർവ്യൂ ആ കുട്ടിയത് അല്ലേ? ആകാശ് കസ്കസ് വെബ് സീരീസിന്റെ എഡിറ്റർ അല്ലേ? അപ്പൊ ഈ ഒരു വിഷുദിനത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പുതിയ വെബ് സീരീസിനെ പറ്റി? അതാണ് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കാര്യം പറയാം. ഞങ്ങളിപ്പോ കോഴിക്കോട് നമ്മളെ കസ്കസ് എന്ന് പറഞ്ഞ ചാനലിന്റെ പുതിയ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതിയ വെബ് സീരീസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷൂട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ടെലികാസ്റ്റ് ചെയ്യുന്നൊരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും വിഷുവിന് അതിനെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നമ്മൾ പുറത്ത് വരും. എന്താണ് ആ ഒരു വെബ് സീരീസിന്റെ പേര്? വെബ് സീരീസിൻ്റെ പേര് സർവകലാ വല്ലഭ കലാശാല. പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരാണ്. എന്താ അങ്ങനെ ഒരു പേരിടാൻ കാരണം? നമ്മൾ ഒരു PSC കോച്ചിങ് ക്യാമ്പ്, ട്യൂട്ടോറിയൽ കോളേജ് അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഒരു രസകരമായ കഥ പറയുന്ന മാഷാണ്. ഒരു കോമഡി വെബ് സീരീസ്. അതെ അതെ അതെ, സതീഷ് കുറുവാണ് എൻ്റെ സ്ക്രിപ്റ്റ്. പിന്നെ ഗിനീഷ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അഫ്സൽ കരുനാഗപ്പള്ളി, അദ്ദേഹം ഇപ്പോൾ ഒരു 10-500 എപ്പിസോഡ് എഴുതിയ ആളാണ്. പിന്നെ പത്രോസിൻ്റെ പടപ്പുകൾ എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടർ. അപ്പം അദ്ദേഹം ആണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ കൂടാതെ നിർമ്മൽ പരാജയുണ്ട്. പിന്നെ കുമ്പളവരെ തന്നെ ശങ്കരനൻ, പിന്നെ കേശു, പിന്നെ ബിനോജ് കുളത്തൂര്, പിന്നെ നമ്മുടെ കോഴിക്കോട് ജയരാജേട്ടൻ, ഫെമിലർ ആയിട്ടുള്ള ഒരുപാട് ശിവൻ ചേട്ടനുണ്ട്, കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ശിവൻ ചേട്ടനുണ്ട്. അങ്ങനെ എല്ലാവരും കൊണ്ട് രസകരമായ ഒരു സബ്ജക്റ്റാണ്. ഓക്കെ. പിന്നെ എങ്ങനെ ലൊക്കേഷൻ ഫണ്ടുകളൊക്കെ എങ്ങനെ? ലൊക്കേഷൻ ഫണ്ട് നല്ല ചൂടായിരുന്നു. ഒരു മുട്ടക്കൊന്നിലായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. അകത്ത് ഒരു ഷീറ്റിട്ട ഒരു ട്യൂട്ടോറിയൽ കോളേജ്, അങ്ങനത്തെ കഥയിലും അങ്ങനത്തെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആയിരുന്നു. പിന്നെ വലിയ ബിൽഡിംഗ് അങ്ങനെ പോകാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു കഥ ആയതുകൊണ്ട് അതാണ് തിരഞ്ഞെടുത്തത്. പ്രേക്ഷകർ നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവരും പറയും മുമ്പ് ചെയ്ത പ്രോഗ്രാം പോലെയാണോ, വ്യത്യസ്തമായതാണോ. അപ്പം ഒന്നും ഇത് എനിക്ക് പറയാനുള്ളത്, മുമ്പ് ചെയ്ത് അവിടെ കഴിഞ്ഞു. ഇത് മറ്റൊരു പ്രോഗ്രാമാണ്. അപ്പം മുൻപ് തന്ന ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ വളരെ വലുതാണ്. അപ്പം അങ്ങനെ തന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കാൻ കാരണവും. അപ്പോൾ എല്ലാം ഈ പറയുന്ന പോലെ ഒന്നിൽ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത പ്രോഗ്രാമത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ, നേരത്തെ കണ്ട പ്രോഗ്രാമിലെ താരങ്ങൾ തന്നെ ഇതിലും ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ട്. പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഏതാണ്? എൻ്റെ 26-ാം തീയതി പഞ്ചവത്സര പദ്ധതികൾ എന്നും പറഞ്ഞ് പ്രേംലാൽ സാറിൻ്റെ ഒരു പടം റിലീസാവുന്നുണ്ട്, ഷിജു വിൽസൺ നായകനായിട്ട്. പിന്നെ ഒരു 2-3-4-5 പടങ്ങൾ റിലീസാവാനുണ്ട്. ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കി ഷൂട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ കഴിഞ്ഞു. പിന്നെ തുടങ്ങിയിട്ടില്ല. ഓക്കെ. വിജയേട്ടൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങൾ ഇറങ്ങുന്ന ഡേറ്റ് അടുത്ത ഇറങ്ങും. പക്ഷേ ഏത് മാസം? ജൂൺ ജൂലൈ ആയിരിക്കും. DN ചന്തു എന്ന് പറയുന്നത്. അതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നായകൻ. അത് നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അത് ഇറങ്ങാനുള്ളത്. പിന്നെ എൻ്റെ 3-4 പടങ്ങൾ ഇറങ്ങാനുണ്ട്. അതിൻ്റെ ഡേറ്റ്, ഇറങ്ങുന്ന ഡേറ്റ് ഒന്നും അറിയില്ല. ധ്യാനിൻ്റെ പടങ്ങൾ തന്നെ 2-3 പടങ്ങൾ ധ്യാനിൻ്റെയാണ് കൂടെ ചെയ്ത്. കോഴിക്കോട് ചെയ്ത ഒരു ജോൾ ഫുൾ എൻജോയ് എന്നൊരു ഒരു പടം, അമ്മ കോഴിക്കോടുള്ള ആൾ തന്നെ, അമ്മറാണ് പ്രൊഡ്യൂസർ. അങ്ങനെ ഒരു പടം. കുറച്ച് കോപ്പങ്ങൾ എന്നൊരു പടം ധ്യാനിൻ്റെ തന്നെ. അങ്ങനെ കുറച്ച്. പിന്നെ ഒരു നമ്മൾ ബിഗ് ബെൻ എന്ന് പറഞ്ഞ് UK പോയിട്ട് UK ഒരു മൂവി ചെയ്തായിരുന്നു, ബിഗ് ബെൻ. നിങ്ങൾ രണ്ടാളൂടെ ഒരുമിച്ച് അത് ഇനി റിലീസ് ആവാനുണ്ട്. ഓക്കെ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഈ ഒരു ഒരുമിച്ചുള്ള കോംബോ ആണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കോംബോനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ആൾക്കാർക്ക് ഇപ്പോഴും മടുത്തിട്ട് തോന്നാം, മടുക്കുമ്പോൾ നിർത്തും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ആ ഒരു അഭിനയത്തിലുള്ള? കെമിസ്ട്രി അല്ല, അതിപ്പോൾ ഈ പറയുമ്പോൾ അഭിനയം എന്ന് പറയുമ്പോൾ ഒരു കൊടുക്കൽ അങ്ങനെയാണല്ലോ. അതിപ്പം കൃത്യമായിട്ട് നടക്കുന്നു. അതായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. നമ്മളെ പുതിയ വെബ് സീരീസ് വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ സർവകലാ വല്ലഭ കലാശാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് വരികയാണ്.
അതിൽ ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കസ്കസ് യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.